ആളുകളും ഏറ്റെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും +2 കഴിഞ്ഞ ആളുകൾക്കും 18 വയസ്സായ എല്ലാ ആളുകളും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഇനി വൈകാതെ തന്നെ എത്തിത്തുടങ്ങുകയാണ്. കാരണം ഇന്ന് നമ്മുടെ കാലിക്കറ്റ് റൂം സിറ്റിങ്ങിൽ ഉച്ചക്ക് 11:30 സിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞത് ഗ്രൂപ്പിൽ വിട്ടത്. വൈകുന്നേരം പോരാൻ നേരത്ത് ആളുകൾ വന്നിട്ട് പോരാൻ പറ്റാത്തൊരവസ്ഥയെ മാറിയിട്ടുണ്ട്. ആ വന്ന ആളുകളൊക്കെ എൻട്രി അടിച്ചിട്ടാണ് പോയത്. സാധാരണ വന്നിട്ട് ഞങ്ങൾ 2 ദിവസം കൊണ്ട് പറയാം 3 ദിവസം കൊണ്ട് പറയാറുണ്ടാ നിൽക്കല്. ഇവിടെ എല്ലാവരും എൻട്രി അടിച്ച് അത് ബിസിനസ് ചെയ്യാം, ഞാൻ എന്തായാലും ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് അത്രയും സെറ്റപ്പ് ആയിട്ടാണ് പോയിട്ടുള്ളത്. ഇതുപോലെ ഒരു കമ്പനി ഇനി നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിമാനത്തിന്റെ നിമിഷങ്ങൾ. ഇന്നത്തെ സൂം നമുക്ക് ഇതിന്റെ പ്രസന്റേഷനും മറ്റുള്ള കാര്യങ്ങളും പറയുന്നത് ഷാനവാസ് സാറാണ്. ഷാനവാസ് സാർ എത്തിയിട്ടുണ്ട്. ഷാനവാസ് സാറിനെ ഈ ഒരു പ്രോഗ്രാം ഇതിന്റെ ബാക്കിയുള്ള പ്ലാൻ പ്രസന്റേഷനിലേക്ക് മറ്റുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി കേരളത്തിന്റെ VP റാങ്കിൽ നിന്നും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്ന ഷാനവാസ് സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു സാർ. വോയിസ് ക്ലിയർ ആണോ? ഒന്നൊരു ക്ലാരിറ്റി കൂടിക്കോട്ടെ. ഇപ്പം ക്ലിയർ ആണോ? ഇയർഫോൺ ഒഴിവാക്കി സംസാരിക്കാൻ കഴിയുമോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? ഓക്കെ. എന്റെ പേര് പറഞ്ഞു ഷാനവാസ്. ഞാൻ അരീക്കോടാണ് സ്വദേശം. ഫിൻസോപ്പയിൽ വന്നിട്ട് 2 മാസമായി ഫിൻസോപ്പയിൽ അസോസിയേറ്റ് വർക്ക് ചെയ്യുന്നു. ഓക്കെ. ഷിഹാബ് സാർ പറഞ്ഞു ഫിൻസോപ്പന്റെ കാര്യങ്ങളൊക്കെ, ഇന്നലെ മീറ്റിംഗിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം എന്താണ് ഫിൻസോപ്പെ എന്നാണ് ഈ ഒരു അരമണിക്കൂർ നമ്മൾ പ്രോഗ്രാം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. വ്യക്തമായിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ വിശദമായിട്ടൊന്നും പറയാൻ കഴിയില്ല, എന്തായാലും ഓടിച്ചാണ് പറയാം. ഓക്കെ. ഫിൻസോപ്പെ ഫസ്റ്റ് തന്നെ പറഞ്ഞു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ആണ്. കമ്പനി സ്ലോഗനാണ് ലൈഫ് ചേഞ്ചിങ്. നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഫിൻസോപ്പെ മുന്നോട്ട് വന്നത്. എന്താണ് ഫിൻസോപ്പെ നമുക്ക് ലൈഫ് ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് പറഞ്ഞു ഇതൊരു ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ എന്ത് പറഞ്ഞു, നമ്മുടെ മൊബൈൽ പിന്നെ ഗൂഗിൾ പേ മാതിരിയും ഫോൺ പേ മാതിരിയും ഒരു ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ ഒരുപാട് സർവീസുകളുണ്ട്. ഈ ഡിജിറ്റൽ ആപ്ലിക്കേഷനെ മാർക്കറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ലൈഫ് ചേഞ്ച് ചെയ്യാന്നാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. നമുക്കൊക്കെ നിലവിൽ ഒരുപാട് ജോലികളോ അല്ലെങ്കിൽ ബിസിനസ്സോ ഒക്കെ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് നിലവിലുള്ള വരുമാനം പോരാ എന്നുള്ളത് കൊണ്ടാണ്. നിലവിലുള്ള എക്സ്പെൻസിനെ നമുക്ക് ഒരിക്കലും കുറയ്ക്കാൻ കഴിയില്ല. നിലവിലെ പിന്നെ കുറയ്ക്കാൻ, വരുമാനത്തെ കൂട്ടാന്നല്ലാതെ എക്സ്പെൻസിനെ കുറയ്ക്കാൻ നമുക്ക് കഴിയില്ല. നമ്മളെ എക്സ്പെൻസ് ഒരിക്കലും നമുക്ക് കുറഞ്ഞിട്ട് പോരില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട വരുമാനത്തെ കൂട്ടാനാണ്. അപ്പൊ വരുമാനത്തെ കൂട്ടാൻ വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ നമ്മളൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിക്കൊണ്ട്, ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇൻകം കൂട്ടാൻ പറ്റും, വരുമാനം കൂട്ടാൻ പറ്റും. ഇതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതിപ്പോ ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം. വ്യക്തമായിട്ട് ഞാൻ PDF മനസ്സിലാവും. ഓക്കെ. കമ്പനി കറക്റ്റ് മിഷനും പ്ലാൻ സെറ്റ് ചെയ്തിട്ടാണ് കമ്പനി പോകുന്നത്. വിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. നമ്മൾ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഷോപ്പിങ്ങും അതോടൊപ്പം തന്നെ ട്രാവലിങ്ങും അതോടൊപ്പം തന്നെ സർവീസുകളും യൂട്ടിലിറ്റി സർവീസുകളും അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും പുറത്തിറക്കിക്കൊണ്ട് ഒരു പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിട്ടാണ് നമുക്ക് വിഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. മിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിച്ചിട്ട് പോവാണ്. മിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എംപവർ ചെയ്യാൻ പറ്റും. ഓരോ വ്യക്തികളെയും എംപവർ ചെയ്യാന്നാണ് കമ്പനിയുടെ മിഷൻ. അപ്പം മിഷൻ സെറ്റ് ചെയ്തിട്ട് കമ്പനി കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ അതൊക്കെ നിങ്ങൾക്ക് PDF വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ. ഇത് തമിഴ്നാട് ബേസ് ചെയ്തൊരു കമ്പനിയാണ്. തമിഴ്നാട്ടിൽ തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പ് ആണ് ഫിൻസോപ്പെ. ഫിൻസോപ്പേന്റെ കോർ CEO എന്ന് പറഞ്ഞ സുബാൻ സാറും നൂർ മോഹൻ സാറും കൂടി തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഇവരെ ബാക്കപ്പ് നോക്കുകയാണ്. ഏകദേശം 22 വർഷമായിട്ട് ഇവര് MLM മേഖലയിലുണ്ട്. 22 വർഷമായിട്ട് 1-2 കമ്പനി അച്ചീവ് ചെയ്ത, ഏറ്റവും ടോപ്പ് അച്ചീവ് ചെയ്ത ആൾക്കാരാണ് ഇവര്. 22 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഒരു ഫിൻസോപ്പയിലൂടെ നമുക്ക്
22 വർഷം വരെ എന്താണ് ഫീൽഡിലുള്ളത്, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അതൊക്കെ തീർത്ത് അതൊക്കെ ക്ലിയർ ചെയ്ത് ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഫിൻസോപ്പെ എന്നത്. ഇതിനൊപ്പം തന്നെ ഇവർക്ക് സപ്പോർട്ടായിട്ട് CTO ആയിട്ട് വിനയ് സാറും ഉണ്ട്, അതോടെ CMO ആയിട്ട് ഷൺമുഖൻ സാറും ഉണ്ട്. ഇവർ 4 ആൾ കൂടിയ ഒരു കമ്പനിയാണ്. ഇവർ 4 ആൾ കട്ടക്ക് നിന്ന് ബാക്ക് എൻഡിലുള്ള ഒരു കമ്പനിയാണ് ഫിൻസോപ്പെ. ഫിൻസോപ്പെ തമിഴ്നാടാണ്. നമ്മൾ കാര്യങ്ങൾ ക്ലിയർ ആയി. ഓക്കെ, ഇനി ലീഗല് തമിഴ്നാട് ബേസ് ചെയ്ത എല്ലാ ലീഗല് കാര്യങ്ങളും കമ്പനി GST, പാൻ കാർഡ്, തമിഴ്നാട് ലൈസൻസ്, അതോടൊപ്പം തന്നെ അവിടുത്തെ നിലവിൽ വർക്ക് ചെയ്യാൻ എല്ലാ ലീഗലി തമിഴ്നാട് സർക്കാരിന്റെ എല്ലാ ലീഗലി കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടാണ് കമ്പനി പോകുന്നത്. നിലവിൽ കേരളത്തിൽ അവർ ലീഗലി കാര്യങ്ങളൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഉടൻ തന്നെ കേരളത്തിലെ ഓഫീസ്, കേരളത്തിൽ നിയമം എന്താണോ ഉള്ളത് അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ഓഫീസും കാര്യങ്ങളും കേരളത്തിൽ വരുന്നുണ്ട്. അത് ഉടൻ തന്നെ അതിന്റെ വർക്ക് നടന്ന് കേരളത്തിൽ മെയിൻ ഹെഡ് ഓഫീസ് ആയിട്ട് തന്നെ വരും. നിലവിൽ പാൻ ഇന്ത്യ ലൈസൻസ് ഒക്കെ കമ്പനി സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ സെപ്പറേറ്റ് ആയിട്ട് ലൈസൻസ് വേണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഓഫീസും അതിനുവേണ്ട സപ്പോർട്ടും കേരളത്തിൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ അത്രയും കോൺഫിഡന്റ് ആണ് അവർക്ക് കേരളത്തിൽ നല്ല ബിസിനസ് നടക്കും. കേരളത്തിൽ എല്ലാവരും ഫിൻസോപ്പെ യൂസ് ചെയ്യണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് കേരളത്തിൽ സെപ്പറേറ്റ് ആക്കി ലൈസൻസ് എടുക്കുന്നു. ഓൾറെഡി തമിഴ്നാട് പാൻ ഇന്ത്യ ലൈസൻസ് അവരവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പുറമെ കേരളത്തിലും നമുക്ക് ലൈസൻസ് പ്രൊസീജിയർ ആയിട്ട് നീങ്ങുന്നുണ്ട്. ഓക്കെ, എന്താണ് ഫിൻസോ ടെക്നോളജീസ്? കമ്പനിയുടെ മെയിൻ പേര് ഫിൻസോ ടെക്നോളജീസ് ആണ്. ഫിൻസോ ടെക്നോളജീസിൽ 3 പ്രൊജക്റ്റ് ആണുള്ളത്. ഒന്ന് ഫിൻസോ പേ, യൂട്ടിലിറ്റി, ബിൽ പേയ്മെന്റ്, ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം. അത് ഫിൻസോപ്പിൽ വരും. അതേ ഇതിൽ തന്നെ ഫിൻസോ മാർട്ട് ഉണ്ട് കമ്പനിക്ക്, ഇ-കൊമേഴ്സും എക്കോ സിസ്റ്റവും. അതോടൊപ്പം തന്നെ ഫിൻസോ ട്രിപ്പ് ഉണ്ട്, ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫ്ലൈറ്റ് ബുക്കിംഗ്, ഹോട്ടൽ ബുക്കിംഗ്, ഡൊമസ്റ്റിക് പാക്കേജ്. അങ്ങനെ 3 കൂടിയതാണ് ഫിൻസോ ടെക്നോളജി. 3-in-1 പ്രൊജക്റ്റ് ആണ്. ഈ 3 പ്രൊജക്റ്റും കൂടിയ ഒരു കമ്പനിയാണ് ഫിൻസോ ടെക്നോളജീസ്. നമ്മുടെ മദർ കമ്പനിയാണ് ഫിൻസോ ടെക്നോളജി. അപ്പൊ അതിൽ പറഞ്ഞ ഫിൻസോപ്പെ എന്താണെന്നാണ് ആദ്യം പറയുന്നത്. ഫിൻസോപ്പയിൽ എന്ത് സർവീസാണ് ഫിൻസോപ്പിലൂടെ കിട്ടുന്നതാണ് പറയുന്നത്. ഇതൊരു ഏതൊരാൾക്കും ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പ്ലേ സ്റ്റോറിൽ നിന്ന് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തിട്ട് ഏതൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒറ്റ കണ്ടീഷനുള്ളൂ, ഒരാൾ റെഫർ നമ്പർ വേണം എന്ന് മാത്രം കണ്ടീഷനുള്ളൂ. ഒരാൾ റെഫർ വെച്ചിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഫിൻസോപ്പെ യൂസ് ചെയ്യാം. അങ്ങനെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് മൊബൈൽ റീചാർജും DTH റീചാർജും അവർക്ക് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ റീചാർജ് ചെയ്യുക എങ്ങനെ, നമ്മൾ ഗൂഗിൾ പേ വഴി റീചാർജ് ചെയ്യാം. ഗൂഗിൾ പേ വഴി റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് 299 ആണ് റീചാർജ് ചെയ്യുന്നതെങ്കിൽ 2 രൂപ പ്ലാറ്റ്ഫോം ചാർജ് ആണെങ്കിൽ ഒരു 301 രൂപ കൊടുത്തിട്ടാണ് ഇപ്പൊ നിലവിൽ നമ്മൾ റീചാർജ് ചെയ്യാം, ഗൂഗിൾ പേ ആയാലും ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം ചാർജ് ഫ്രീ ആണ്. പുറമെ 1% ക്യാഷ് ബാക്ക് കിട്ടും. മൊബൈലും ചെയ്യാം, എല്ലാ മൊബൈൽ റീചാർജും ചെയ്യാം, എല്ലാ DTH ചെയ്യാം. ഫ്രീ യൂസർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 1% ക്യാഷ് ബാക്കിലൂടെ അവർക്ക് റീചാർജ് ചെയ്ത് മുന്നോട്ട് പോവാം. അതോടൊപ്പം ഇവിടെയും പ്രീമിയം യൂസേഴ്സ് ഉണ്ട്. ഇപ്പൊ നിലവിൽ എല്ലാ ഓൺലൈൻ ഇതിനും പ്രീമിയം യൂസേഴ്സ് ഉണ്ട്. ഇപ്പൊ നിലവിൽ നോർമൽ യൂസേഴ്സ് ഉണ്ടാവും, പ്രീമിയം യൂസേഴ്സ് ഉണ്ടാവും. ഇപ്പൊ യൂട്യൂബിന് പ്രീമിയം യൂസർ ഉണ്ട്. യൂട്യൂബ് പ്രീമിയം യൂസർ ആണ്, വരുമാനം കൂടുതൽ കിട്ടാൻ വേണ്ടി പ്രീമിയം യൂസർ ആവണം. നെറ്റ്ഫ്ലിക്സ് പ്രീമിയം യൂസർ ആവും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിനിമ കാണുന്ന ഇതുണ്ടല്ലോ പ്ലാറ്റ്ഫോം, അതായത് പരസ്യം കയറാക്കാൻ അത് പ്രീമിയം ആക്കും. അതോടൊപ്പം ആമസോൺ പ്രൈം നമുക്ക് എടുക്കാറുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല നല്ല സർവീസ്. അതായത് മാതിരി ഫിൻസോപ്പയിലും പ്രീമിയം യൂസേഴ്സ് ഉണ്ട്. അങ്ങനെ പ്രീമിയം യൂസേഴ്സ് ആകുമ്പോൾ നമ്മൾ നോർമൽ യൂസേഴ്സ് ആകുമ്പോൾ 1% കിട്ടി. പ്രീമിയം യൂസേഴ്സ് ആകുമ്പോൾ കമ്പനിക്ക് ഒരുപാട് സർവീസുകൾ പ്രീമിയം കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ പ്രീമിയം യൂസേഴ്സ് ആ കമ്പനി ഒറ്റ കണ്ടീഷന് പറഞ്ഞിട്ടുള്ളൂ, ഒരു 500 രൂപ പ്ലസ് GST 590 രൂപന്റെ പാക്കേജ് വേണമെങ്കിൽ എടുക്കാം. 590 രൂപന്റെ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടും. നമുക്ക് 500 മുറക്ക് 90 GST ആണ്, 500 രൂപ ഗിഫ്റ്റ് വൗച്ചർ കിട്ടും. അതോടൊപ്പം തന്നെ 1500 ഷോപ്പിംഗ് പോയിന്റ് കിട്ടും. അപ്പൊ നമ്മൾ പ്രീമിയം കസ്റ്റമർ ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് 500 രൂപ ഗിഫ്റ്റ് വൗച്ചർ കിട്ടി. 500 കൊടുത്തു, അതിന് ഗിഫ്റ്റ് വൗച്ചർ കിട്ടി. നമുക്ക് ഒരു ഡൊമസ്റ്റിക് ഗോവ അല്ലെങ്കിൽ ഏതെങ്കിലും ഡൊമസ്റ്റിക് പോവുകയാണെങ്കിൽ, തമിഴ്നാട് പാക്കേജ് എടുത്ത് പോവുകയാണെങ്കിൽ ഈ 500 ഡിസ്കൗണ്ട് കൊടുക്കും. ഉദാഹരണം പറയാൻ ഗോവയ്ക്ക് പോകുകയാണെങ്കിൽ 5000 രൂപയാണ് മിനിമം ഒരു പാക്കേജ് വിചാരിച്ചു. 4500 കൊടുത്താൽ മതി. അത് നമ്മൾ തന്നെ പോകണമെന്നില്ല, ഇത് ലൈഫ് ലോങ് വാലിഡിറ്റി ആണ്. നമുക്ക് പോവാം, നമ്മുടെ കുടുംബക്കാർക്ക് പോവാം, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും പോകുമ്പോൾ വൗച്ചർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് നേടാൻ പറ്റും. അതോടൊപ്പം ഷോപ്പിംഗ് പോയിന്റ് 1500 ഷോപ്പിംഗ് പോയിന്റ് ഉണ്ട്. ഡയലി സ്പിൻ ആൻഡ് വിൻ ഉണ്ട്. അതോടൊപ്പം തന്നെ റീചാർജ്, ഞാൻ പറഞ്ഞ അവിടെ 1% കിട്ടുമ്പോൾ ഇവിടെ 5% മുതൽ 8% റീചാർജ് ലിമിറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ റീചാർജ് മന്ത്ലി ലിമിറ്റ് 1000 ആണ്. അതായത് 5 to 8% കിട്ടുന്നത് 500 ചെയ്ത വ്യക്തിക്ക് 1000 വരെ കിട്ടുള്ളൂ. 1000 കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് 2% മാറും റീചാർജ് ലിമിറ്റ്. ക്യാപ്പിംഗ് 4%, മാക്സിമം ഒരാൾക്ക് മാക്സിമം 4 മടങ്ങ് വരെ അതിൽ സീലിംഗ് ലിമിറ്റ്.
അടുത്തത് പാക്കേജ് 1000 പാക്കേജ് എടുക്കുകയാണെങ്കിൽ ഇതേ സിസ്റ്റം തന്നെ നമുക്ക് എന്ത് ചെയ്യും 1000 രൂപക്ക് നമുക്ക് ഗിഫ്റ്റ് വൗച്ചർ കിട്ടും. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും റിവാർഡ് പോയിന്റ് എന്തെങ്കിലും 3000 റിവാർഡ് പോയിന്റ് കിട്ടും. ഡയലി സ്പിൻ ഉണ്ട്, റീചാർജ് 5 to 8% ഉണ്ട്, റീചാർജ് മന്ത്ലി ലിമിറ്റ് 2000. ഓക്കെ, ക്യാപ്പിംഗ്. അപ്പൊ ഒരാൾക്ക് 1000 ഉള്ളെങ്കിൽ അയാൾ 500 എടുത്താൽ മതി. അയാൾക്ക് റീചാർജ് ലിമിറ്റ് 2000 ആണെങ്കിൽ എന്ത് ചെയ്യണം 1000 പാക്കേജ് എടുക്കണം. ഇതല്ല, അയാൾക്ക് ഒരു 10000 രൂപന്റെ മന്ത്ലി റീചാർജ് വേണമെങ്കിലും 10000 പാക്കേജ് എടുക്കും. 10000 പാക്കേജ് എടുക്കുമ്പോൾ 10000 GST 11,800 ആണ്. ഒരു തായ്ലാന്റ് അഡ്വാൻസ് വെക്കും. അപ്പം ഡൊമസ്റ്റിക് വരുമ്പോൾ 1500 വരും. ഇന്റർനാഷണൽ ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ദുബായ്, മലേഷ്യ, സിംഗപ്പൂർ, തായ്ലാന്റ് പോകുമ്പോൾ അവിടെ നമുക്ക് 10000 കുറവ് കിട്ടും. നമ്മുടെ കുടുംബത്തിലോ ആരെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ പാക്കേജ് നമ്മളെ കമ്പനീന്റെ ടൈപ്പായ കമ്പനിയിൽ പാക്കേജ് വാങ്ങി കൊടുക്കുമ്പോൾ 10000 ഡിസ്കൗണ്ട് കിട്ടും. ഇനി അഥവാ നമുക്ക് എന്ത് ചെയ്യാം, ഒരാൾ പോവുകയാണ് തായ്ലാന്റ്, ഇന്ന സ്ഥലത്തുണ്ട്, ഇന്ന കമ്പനി സാധനം ഉണ്ട്, അന്വേഷിച്ച് നോക്കും, അങ്ങനെ അവിടെ നിന്ന് എടുത്താൽ അവർക്ക് 10000 ഡിസ്കൗണ്ട് കിട്ടും, ഈ പാക്കേജ് കിട്ടും, ഡിസ്കൗണ്ടും കിട്ടും. അത് റിവാർഡ് പോയിന്റ് 50000 ഉണ്ട്. അവിടെ ഡയലി സ്പിൻ ഉണ്ട്. പിന്നെ റീചാർജിങ് 5 to 8 അതൊക്കെ ഒന്നും മാറ്റില്ല. റീചാർജ് മന്ത്ലി ലിമിറ്റ് അവിടെ 10000 ആണ്. ഇവിടെ ഓരോ റീചാർജ് ലിമിറ്റ് മാത്രമാണ്. ഫോൺ വന്നു. അപ്പൊ ക്യാപ്പിംഗ് 4%, 4 into 4 40,000 വരെ നമുക്ക് അതിൽ വരുമാനം നേടാം. ഇങ്ങനെ 3 പാക്കേജ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ പ്രീമിയം യൂസ് ആവും. കമ്പനി ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ 10000 എടുക്കണമെന്നോ 1000 എടുക്കണോ. നിങ്ങൾക്ക് ഏതോ ആ പാക്കേജ് യോജ്യമായ പാക്കേജ് എടുക്കാം. 500 എടുക്കാം, 1000 എടുക്കാം, 10000. അത് യുവർ ചോയ്സ്. നമുക്ക് യൂസർ ചെയ്യാം. പ്രീമിയം യൂസറെ പ്രീമിയം ഏത് പാക്കേജ് കൊടുത്ത് നമുക്ക് ഇതിൽ പ്രീമിയം കസ്റ്റമറായി മാറാം. നെക്സ്റ്റ് നമുക്ക് കമ്പനി 13 തരം ഇൻകം നമുക്ക് ഇതിൽ വരുന്നുണ്ട്. നമ്മൾ ഒരു പ്രീമിയം യൂസറായി നമുക്ക് അത്ര സർവീസ് വന്നു. ശേഷം ഇൻകം 13 തരം ഇൻകം ആണ്. 1, 2 ഇൻകം അല്ല, 13 തരം ഇൻകം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീമിയം യൂസറായ വ്യക്തിക്ക് ഇതിലൂടെ അനുഭവിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് യൂസിങ് ആണ് ഷോപ്പിംഗ് പോയിന്റ്. 5% മുതൽ 25% വരെ ഷോപ്പിംഗ് പോയിന്റിലൂടെ ഡിസ്കൗണ്ട് പറയാം. നമ്മൾ പിൻസോ മാർട്ട് വരുന്നുണ്ട് പറഞ്ഞല്ലോ, ഇതിലൂടെ എന്ത് ചെയ്യും, ഷോപ്പിംഗ് പോയിന്റ് ഡിസ്കൗണ്ട് നേടാൻ പറ്റും, ഒരു വരുമാനം. രണ്ടാമത്തെ വരുമാനം സ്പിൻ ആൻഡ് ക്യാഷ് ബാക്ക്. സ്പിന്നിലൂടെ ഏണിലൂടെ നമുക്ക് ക്യാഷ് ബാക്ക് നേടാൻ പറ്റും. അടുത്ത റീചാർജ് ബിൽ. ഇപ്പൊ നമുക്ക് 5% 8% റീചാർജിലൂടെ ക്യാഷ് ബാക്ക് നേടാൻ പറ്റും. ടീം റീചാർജ് ലെവലിംഗ്, അതായത് 20 ലെവലിന് 3% കൊടുത്തിട്ട് 20 ലെവലിൽ വരെ ടോട്ടൽ 3% മാറ്റി 20 ലെവലിലൂടെ നമുക്ക് റീചാർജ് ഇൻകം കിട്ടും, ലെവൽ ഇൻകം കിട്ടും. ഡയറക്റ്റ് റെഫറൽ ഇൻകം 20%. ആര് ഡയറക്റ്റ് കൊടുത്താലും നമുക്ക് ഡയറക്റ്റ് 20% കിട്ടും. ടീം ലെവൽ ഇൻകം, ടീമിലൂടെ അതായത് 20 ലെവലിലൂടെ നമ്മൾ ജോയിൻ ചെയ്ത് 500 ആണെങ്കിൽ 500ന്റെ 53% മാറ്റി വെച്ചിട്ട് 20 ലെവലിലൂടെ നമുക്ക് വരുമാനം കിട്ടും. അതോടൊപ്പം തന്നെ അച്ചീവ്മെന്റ് ആണ്. സിൽവർ ഡയറക്ടർ ആവാം. ഫസ്റ്റ് അച്ചീവ്മെന്റ് സിൽവർ ഡയറക്ടർ, ബ്രോൺസ് ഡയറക്ടർ, സിൽവർ ഡയറക്ടർ, ഗോൾഡ് ഡയറക്ടർ, ഡയമണ്ട് ഡയറക്ടർ, ക്രൗൺ ഡയറക്ടർ, യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ, ഫ്രാഞ്ചൈസി. ഇങ്ങനെ 13 തരം ഇൻകം ആണ് കമ്പനി നമുക്ക് മുന്നിൽ വെച്ചത്. എന്തൊക്കെയാണ് ഈ 13 തരം ഇൻകം ആണ് ഞാൻ പറയുന്നത്. അത് ഓരോ ഇൻകം ഇവിടെയാണ് നമ്മൾ ലൈവ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ റീചാർജ് ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്തു, നമുക്ക് റീചാർജ് ചെയ്ത് മുന്നോട്ട് പോവാം. ഇനിയാണ് വരുമാനം നമുക്ക് കാണുന്നത്. ഈ വരുമാനമാണ് നമ്മൾ ലൈവ് ചേഞ്ച് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി. ഫസ്റ്റ് വരുമാനം പറഞ്ഞ് ഷോപ്പിംഗ് പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ, 5% മുതൽ 25% ഷോപ്പിംഗ് പോയിന്റ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. കമ്പനി ഹോം ഷോപ്പിൽ വരുന്നുണ്ട്, പിൻസോ മാർട്ട് വരുന്നുണ്ട്. പിൻസോ മാർട്ട് വരുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 500 ജോയിൻ ചെയ്യുമ്പോൾ തന്നെ 1500 ഷോപ്പിംഗ് പോയിന്റ് കിട്ടി നമുക്ക് കിട്ടും. ആ ഷോപ്പിംഗ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഡിസ്കൗണ്ടോട് പ്രൊഡക്റ്റ് പർച്ചേസ്. ഉദാഹരണം പറയുകയാണെങ്കിൽ കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ് 1200 രൂപ എന്ന് വെച്ചോളി MRP. അതിന് DP 1000, നമുക്ക് 1000 രൂപക്ക് ആ സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും നിലവിൽ. അപ്പൊ എന്ത് ചെയ്യും, അവിടെ കമ്പനി ആ പ്രൊഡക്റ്റിന് ചിലപ്പോൾ 5 മുതൽ 25% ഏതെങ്കിലും ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പൊ 20% കമ്പനി ആ പ്രൊഡക്റ്റിന് ഡിസ്കൗണ്ട് കൊടുത്ത ശേഷം അപ്പൊ 20% കുറയാണ് 200 രൂപ കുറയും. അപ്പൊ 200 രൂപക്ക് പകരം 200 പോയിന്റ് നമ്മൾ കൊടുക്കുന്നു. 800 രൂപയും കൊടുത്തു കഴിഞ്ഞാൽ 800 രൂപക്ക് പ്രൊഡക്റ്റ് കിട്ടും, നമുക്ക് കിട്ടും. അപ്പൊ 200 രൂപയുടെ എന്ത് ചെയ്യും, പോയിന്റ് വെച്ച് സേവ് ആയി. അപ്പൊ എന്ത് ചെയ്യും, 800 രൂപക്ക് നമ്മൾ പ്രൊഡക്റ്റ് കിട്ടും. ഇത് നമ്മൾ മാർക്കറ്റിൽ അതേ പ്രൈസിലെ പ്രൊഡക്റ്റ് ആയിരിക്കും, അല്ലാതെ പ്രത്യേകം ഉണ്ടാക്കിയ കമ്പനി പ്രൊഡക്റ്റ് ഒന്നല്ല. മാർക്കറ്റിൽ എന്താണ് പ്രൊഡക്റ്റ് ഉള്ളത് അതേ സെയിം പ്രൊഡക്റ്റ് ഇവിടെ പിൻസോ മാർട്ടിൽ ഉണ്ടാകും. ഈ പ്രൊഡക്റ്റ് നമ്മൾ ഡിസ്കൗണ്ടിലൂടെ നമുക്ക് നേടാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് രണ്ടാമത്തെ വരുമാനം. ഓക്കെ, അടുത്ത സ്പിൻ ആൻഡ് വിൻ. ഞാൻ പറഞ്ഞു ഡെയിലി ഒരു സ്പിൻ ഉണ്ട്. നമുക്കൊരു ജോയിൻ ചെയ്യുന്നതിന്റെ 3 മടങ്ങ് ഷോപ്പിംഗ് പോയിന്റ് കിട്ടും. ഇത് വെച്ചിട്ട് നമുക്കൊരു സ്പിൻ ചെയ്യാം. ഒരു സ്പിൻ ചെയ്യുമ്പോൾ 50 ഷോപ്പിംഗ് പോയിന്റ് കട്ടാവും. അങ്ങനെ ഒരു ഡെയിലി
50 ശതമാനം കട്ടാവും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ 1 രൂപ, 2 രൂപ, 10 രൂപ, 100 രൂപ, അതോടൊപ്പം തന്നെ പ്രൊഡക്റ്റുകള്, പോയിന്റുകള്, എന്തെങ്കിലും ഒന്ന് എന്തായാലും കിട്ടും. ചിലപ്പോൾ പൈസ ആവാം, ചിലപ്പോൾ പ്രൊഡക്റ്റ് ആവും, ചിലപ്പോൾ പോയിന്റ് ആവും. ഇതിൽ 100 കിട്ടിയ ആൾക്കാരുണ്ട്, 50 കിട്ടിയ ആൾക്കാരുണ്ട്, 8 രൂപ കിട്ടിയുണ്ട്, 4 രൂപ കിട്ടിയ ആൾക്കാരുണ്ട്, 1 രൂപ കിട്ടിയ ആൾക്കാരുണ്ട്, 2 രൂപ കിട്ടിയ ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ പ്രൊഡക്റ്റിൽ ഹെഡ്സെറ്റ് കിട്ടിയ ആൾക്കാരുണ്ട്, കൂളിംഗ് ഗ്ലാസ് കിട്ടിയ ആൾക്കാരുണ്ട്, ജ്വല്ലറി സെറ്റ് കിട്ടിയ ആൾക്കാരുണ്ട്, അതോടൊപ്പം ബാഗ് കിട്ടിയ ആൾക്കാരുണ്ട്. അങ്ങനെ പ്രൊഡക്റ്റും നമുക്ക് കിട്ടും. ഒരുപാട് ആൾക്കാർ ഇപ്പൊ അനുഭവം നമുക്കൊരു എല്ലാവരും വീട്ടിലും കൊറിയറായിട്ട് വീട്ടിൽ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോയിന്റ് കിട്ടും. അപ്പൊ ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്ന് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേടാൻ പറ്റും. ഇതിൽ ആര് റെഫർ ചെയ്യണമെന്നില്ല. അപ്പൊ നമ്മൾ റീചാർജ് ചെയ്യാൻ ആരും റെഫർ ചെയ്യണ്ട, പിന്നെ ചെയ്യാൻ റെഫർ ചെയ്യണ്ട, നമുക്ക് പ്രൊഡക്റ്റ് ഡിസ്കൗണ്ടിലൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓൺലി പ്രീമിയം യൂസർ ആയി കഴിഞ്ഞാൽ ഈ ഇത്ര സർവീസുകൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് പോകാൻ പറ്റും. ഇത്ര സർവീസ് എന്തോ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അടുത്തതാണ് നമുക്ക് സെൽഫ് റീചാർജ്. നമുക്ക് എന്താ പറയുക, മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ നമ്മളിപ്പം ഗൂഗിൾ പേയിൽ നമ്മൾ ചെയ്യാൻ പറയാം, പ്ലാറ്റ്ഫോം ചാർജ് 1-2 രൂപ കൊടുത്തിട്ട് അങ്ങോട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ സെൽഫ് മൊബൈൽ റീചാർജ് ചെയ്യും 5% കിട്ടും. DTH റീചാർജ് ചെയ്യുമ്പോൾ 5% കിട്ടും. ഫാസ്ടാഗ് 2% കിട്ടും. ഇലക്ട്രിസിറ്റി ബില്ല് 2%, ഗ്യാസ് ബില്ല്. ഇപ്പൊ നിലവിൽ 5 സർവീസ് ആണ് കമ്പനി അനൗൺസ് ചെയ്തിട്ടുള്ളത്. 5 സർവീസ്. ഈ 5 സർവീസിൽ ഞാൻ പറഞ്ഞ ഈ സെൽഫായിട്ട് നമുക്ക് റീചാർജ് ചെയ്യും. ഇനി 300ഓളം സർവീസുകളാണ് ബിഹൈൻഡ് നേരത്തെ കമ്പനി അനൗൺസ് ചെയ്തത്. വാട്ടർ വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് വരുന്നുണ്ട്, അതൊക്കെ കേബിൾ വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ പിന്നെ പാൻ കാർഡ് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ജോയി ആലുക്കാസ്, മലബാർ ഗോൾഡ്, പിന്നെ ടാറ്റ, അങ്ങനെ അതോടൊപ്പം തന്നെ ഒരുപാട് സർവീസുകൾ. ആമസോണിലൂടെ നമുക്ക് ഇതിലൂടെ സാധനം വാങ്ങി നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും, ഡയറക്റ്റ് ക്യാഷ് ബാക്ക് കിട്ടും. അതോടൊപ്പം സൊമാറ്റോ ഇതിലൂടെ ബുക്ക് ചെയ്താൽ ഡയറക്റ്റ് ക്യാഷ് കിട്ടും. അങ്ങനെ ഏകദേശം 300ഓളം വൗച്ചേഴ്സുകൾ വരുന്നുണ്ട്. ജസ്റ്റ് 60 ദിവസത്തിനുള്ളിലാണ് വരിക. മാക്സിമം ടൈം 60 ദിവസത്തിന്റെ ഉള്ളിൽ 300ഓളം വൗച്ചർ വരും. ഇത്ര വൗച്ചറുകളും ഇതിലൂടെ നമ്മൾ ഡയറക്റ്റ് ക്യാഷ് ബാക്ക് ആവും. നമ്മൾ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആകുമ്പോൾ 5% ആണെങ്കിൽ ഫിസിക്കൽ നമുക്ക് മറ്റതൊക്കെ 5% മുകളിൽ ഡയറക്റ്റ് ക്യാഷ് ബാക്ക് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഇത്ര സാധനങ്ങൾ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിലവിൽ 5 സർവീസേ ഉള്ളൂ. ഈ 5 സർവീസ് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ പറയുന്നത്. പക്ഷെ ബിഹൈൻഡ് ആണ് നമ്മളൊരു 60 ദിവസത്തിനുള്ളിൽ ബാക്കി 300ഓളം സർവീസുകൾ നമുക്ക് നിലവിൽ വരും. ഓക്കെ, അത് നമ്മൾ ഡയറക്റ്റ് കിട്ടും. സെൽഫായിട്ട് നമുക്ക് ഇത്ര സർവീസുകൾ കിട്ടും. ഇനി നമുക്ക് എന്താ റീചാർജ് ബിൽ ക്യാഷ് ഇൻകം. അതെ, റീചാർജ് ചെയ്യും, ബില്ല് അടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ലെവൽ ഇൻകം കിട്ടും. അതായത് നമ്മൾ ടീം നമ്മൾ ഒരാളെ ഡയറക്റ്റ് ഇതിൽ കൊണ്ടുവന്നു കഴിഞ്ഞു, അവർ ഒരു 1000 റുപ്യക്ക് ഇതിലൂടെ റീചാർജ് ചെയ്യുകയോ ബില്ലടക്കുകയോ ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യും? സെൽഫ് ഇൻകം കിട്ടും. നമ്മളാണ് റെഫർ ചെയ്തെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഫസ്റ്റ് ലെവൽ 1% കിട്ടും. 1000 റുപ്യ ചെയ്ത് കഴിഞ്ഞാൽ 10 രൂപ കിട്ടും. അങ്ങനെ നമുക്ക് 20 ലെവൽ ഈ 3% വെച്ചിട്ട് 3% മാറ്റി വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ആൾക്കാരെ എണ്ണം കൂട്ടി കഴിഞ്ഞാൽ, നമുക്ക് കമ്മ്യൂണിറ്റി കൂട്ടിയാലും നമുക്ക് എന്താവും? കമ്മ്യൂണിറ്റി കൂട്ടിയാൽ എന്താവും? നമുക്ക് എന്ത് ചെയ്യും? ഒരുപാട് ആൾക്കാരിൽ നിന്ന് എന്ത് ചെയ്യും? ഓർഡർ ഷോ ഇടുന്ന മാതിരിയാണ് 5ഉം 10ഉം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സെക്കൻഡ് ജനറേഷൻ ആണ് 0.50%, 0.30%, 0.25%, 0.20%, അങ്ങനെ 3% 20 ലെവലിലേക്ക് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ലെവലിംഗ് നമ്മൾ ഉറങ്ങി കിടക്കുമ്പോഴും വരുമാനം വരും. മൊബൈൽ റീചാർജ് ചെയ്യാൻ നമ്മൾ ആരോടും പറയണ്ട. ഒരു നിമിഷം എന്ത് ചെയ്യാവില്ല, നെറ്റ് കട്ടായാലും ഒരാൾ നിൽക്കൂല, അവൻ റീചാർജ് ചെയ്യും. അവന് 5% ലാഭം കിട്ടുമ്പോൾ എന്ത് ചെയ്യും? അവൻ ഇവിടെ ചെയ്ത് നമ്മളിത് കാണിച്ചു കൊടുക്കുക, ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ 5% ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അവൻ ഓട്ടോമാറ്റിക് ഇതിൽ നിന്ന് ചെയ്യും. അവൻ കറണ്ട് ബില്ല് ഇതിൽ നിന്ന് അടക്കും. 2% ക്യാഷ് ബാക്ക് കിട്ടുകയാണ്. കറണ്ട് ബില്ല് അടക്കുന്നതിന് ഒരു പൈസയും കിട്ടാതെ 2% ക്യാഷ് ബാക്ക് കിട്ടുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ ആൾക്കാർക്ക് നമുക്കൊരു കമ്മ്യൂണിറ്റിയെ നമ്മളിത് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ മൊബൈൽ അടക്കുകയും കറണ്ട് ബില്ല് അടക്കുകയും നമുക്ക് വരുമാനം ഉണ്ടാവും. അത് കമ്മ്യൂണിറ്റി ബിൽഡ് ആവുന്നതനുസരിച്ച് എന്താവും? നമുക്ക് വരുമാനം കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ മാക്സിമം ആൾക്കാരിലേക്ക് നമ്മളെ കുടുംബത്തില്, നമ്മളെ നാട്ടുകാരില്, നമ്മളെ അയൽവക്കത്ത്, നമ്മളെ പഞ്ചായത്തില് ഫിൻസോപ്പ് എത്തിച്ചേരുക. എല്ലാവരും മൊബൈലും ഫിൻസോപ്പ് എത്തിച്ചേരുന്നത് എന്തായാലും സ്ഥിതി നോക്കിയാൽ അത് നമ്മളാണ് എത്തിക്കണമെങ്കിൽ നമുക്ക് വരുമാനത്തിന് സോഴ്സ് നോക്കി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഒരു 100 1000 ആൾക്കാർ ഫിൻസോപ്പ് ഉപയോഗിച്ച് ഞാൻ എന്റെ കെയർ ഓഫിൽ നമ്മൾ ഡയറക്റ്റ് തന്നെ വേണമെന്നില്ല, നമ്മൾ ടീമിലൂടെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് വരും. ഓക്കെ, അതോടൊപ്പം പ്രീമിയം കസ്റ്റമർ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 2x ആണ് ലിമിറ്റ്. അതായത് ഇപ്പൊ 500ന്റെ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ 1000 വരെ 5% കിട്ടും. 1000 കഴിഞ്ഞാൽ അൺലിമിറ്റഡ് 2% കിട്ടും. അൺലിമിറ്റഡ് ആയി റീചാർജ് ചെയ്യാം, നമുക്ക് 2% കിട്ടും. അവിടെ പ്ലാറ്റ്ഫോം ചാർജ് 1-2 കൊടുക്കുന്നതിന് പകരം ഒരു 2% അൺലിമിറ്റഡ് ചെയ്താൽ പ്രീമിയം യൂസേഴ്സ് മാത്രമാണ്. ഇനി അടുത്തതാണ് ഡയറക്ടർ.
അടുത്ത ഇൻകം ഡയറക്റ്റ് റെഫർ. നമുക്കിത് ഒരാൾക്ക് റെഫർ ചെയ്താൽ നമ്മൾ ഏത് പാക്കേജിൽ നിന്നല്ല, നമ്മൾ കൊടുക്കുന്ന പാക്കേജ് എന്താണ് കൊടുക്കുന്നത് ആ പാക്കേജിന് 20% നമുക്ക് കിട്ടും. ഒരാളെ നമ്മൾ 500 എടുത്തു, നമ്മൾ കൊടുക്കുന്ന ആളെ 1000 പാക്കേജ് എടുത്താൽ 200 രൂപ. 200 കണക്ക് 1000 പാക്കേജിന് കണക്കാണ് കമ്പനി ഇവിടെ വെച്ചത്. 500 പാക്കേജാണ് അവർ എടുക്കുകയാണെങ്കിൽ 100 രൂപ കിട്ടും. അവർ ഏത് പാക്കേജാണ് എടുക്കുന്നതിന്റെ 20% നമുക്ക് അപ്പം തന്നെ കമ്പനി നമ്മളെ വാലറ്റിലേക്ക് തരും. ഓക്കെ, അങ്ങനെ മാക്സിമം നമുക്ക് നമുക്ക് ആയിട്ട് റെഫറലാണ് കൊടുക്കുക. എത്ര ആൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഫറൽ കൊടുക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യും, ഒരു ദിവസം 5 ആൾക്ക് കൊടുത്താൽ എത്ര കിട്ടി, 500 റുപ്യ കിട്ടി. 1000 പാക്കേജാണ് 1000 റുപ്യ കിട്ടി. അപ്പൊ നമ്മൾ മാക്സിമം എത്ര ആൾക്ക് റെഫർ കൊടുക്കാൻ പറ്റുന്നു അത്ര ആൾക്ക് ഇത് റെഫർ കൊടുക്കുക, അത്രയും കമ്മ്യൂണിറ്റിക്ക് ചെയ്യാം. ആ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വരുമാനം സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അവരെ പോയി ജോയിൻ ചെയ്യിപ്പിക്കുന്നതിന്റെ വരുമാനമായി. ഓക്കെ, ക്ലിയർ. അടുത്തതാണ് ലെവൽ ഇൻകം. പറഞ്ഞല്ലോ, കമ്പനി 500 രൂപ ജോയിൻ ചെയ്യുമ്പോൾ അതിന് 53% മാറ്റി വെച്ച് 20 ലെവലിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ലെവലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ടീമിലൂടെ എങ്ങനെ ഇൻകം സ്റ്റാർട്ട് ചെയ്തു. ഒരു ഉദാഹരണം കമ്പനി ഒരു ചെറിയ ചാർട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇത് 1000 പാക്കേജിന്റെ ചാർട്ടാണ് കാണിച്ചത്. നമ്മൾ ഒരു 5 ആൾ ഇതിലേക്ക് റെഫർ ചെയ്തു. മിനിമം ഒരു 5 ആളെ റെഫർ ചെയ്ത് അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു 10 ലെവൽ ഇറക്കിയാൽ നമുക്ക് 12 കോടി രൂപ ഏൺ ചെയ്യാൻ പറ്റും. വെറും 5 ആളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഒരു 10 ലെവൽ ഇറങ്ങി 12 കോടി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഈ ആൾക്കാരൊക്കെ എല്ലാ മാസവും മിനിമം ഒരു 1000 രൂപ റീചാർജ് ചെയ്താൽ ഒരു 25,000 മുതൽ 50,000 വരെ നമുക്ക് എല്ലാ മാസവും റീപർച്ചേസിംഗ് കിട്ടും. ഇവരൊക്കെ മിനിമം ഒരു 1000 രൂപയ്ക്ക് എല്ലാ മാസവും കറണ്ട് ബില്ല് അടക്കുകയോ ഫോൺ ബില്ല് അടക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മിനിമം ഒരു 25 മുതൽ 50,000 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. മിനിമം ഞാൻ പറയുന്നത് അതിൽ മുകളിലാണ് കണക്ക്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ 5 ഉള്ളത് 10ഓ 20ഓ ഒക്കെ ആക്കിയാൽ ഇത് ഈ 5 ഉള്ളത് 20 ആക്കി നിങ്ങൾ കണക്കൂട്ടി നോക്കണ്ടി. 500 പാക്കേജ് ചെയ്താൽ 5ാമത്തെ ലെവൽ 5 കോടി രൂപ ഉണ്ടാവും. അതാണ് ഇതിന്റെ ബ്യൂട്ടി. ഒരു എഫേർട്ട് മാത്രം, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, മുടക്കിയ പൈസ അപ്പം നമുക്ക് തിരിച്ചു കിട്ടി. നമ്മൾ മാക്സിമം ഈ ആപ്പിനെ പരിചയപ്പെടുത്തി ജനങ്ങൾക്ക് എത്തിച്ചാൽ നമ്മളെ ലൈഫ് ചേഞ്ച് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്, നമ്മളെ ലൈഫ് ചേഞ്ച് ചെയ്യും. അത് 1 മാസം കൊണ്ടാവാം, 2 മാസം കൊണ്ട് വേണം, 3 മാസം കൊണ്ട് വേണം, 6 മാസം കൊണ്ട് വേണോ, അത് നമ്മൾ തീരുമാനിക്കാം. നമ്മളെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് മാക്സിമം എന്ത് ചെയ്യണം, ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാം. ഇപ്പൊ നമ്മൾ 5ന്റെ കണക്ക് വെച്ചാൽ തന്നെ, ഈ 5ന്റെ ഒരു കണക്ക് വെച്ചാൽ തന്നെ 10 ലെവലാകുമ്പോൾ 12 കോടി. 11-20 കമ്പനി വെച്ചിട്ടില്ല, ഇത് കണ്ടിന്യൂ അത്രക്കും ഇങ്കാണ്, കണക്കൂട്ടാൻ പറ്റാത്ത ഇങ്കാണ്. നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം റെഫർ കൊടുക്കുക. ആ റെഫറിൽ അവർക്ക് കറക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിപ്പിക്കുക, അവർ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാതെ നമ്മൾ കുറെ ആൾക്കാർ റെഫർ ചെയ്യുന്നല്ല, റെഫർ ചെയ്ത ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് കമ്പനീന്റെ ഇൻകം കഴിഞ്ഞു. ഇനി അടുത്ത അച്ചീവ്മെന്റ് ആണ്. നമുക്ക് ഫസ്റ്റ് അച്ചീവ്മെന്റ് ബ്രോൺസ് ആണ്. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപാട് കമ്പനി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എത്ര ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി ഫിൻസോപ്പ് എന്നുള്ളൂ. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയാം, ഞാൻ അത്രയ്ക്കും കോൺഫിഡന്റ് ആയിട്ട് പറയാണ്. ഇവിടെ വെറും 20 ആൾക്കാരെ നമ്മൾ കൊണ്ടുവന്നാൽ, 500 പാക്കേജോ 1000 പാക്കേജോ 20 ആൾക്കാരെ നമ്മൾ കൊണ്ടുവന്നാൽ നമ്മൾ ബ്രൗൺസ് ആവും. സിമ്പിൾ. ഒരു മാസം കൊണ്ട് 20 ആൾക്കാരെ നമ്മൾ കൊണ്ടുവന്ന് ബ്രൗൺസ് ആവും. ബ്രൗൺസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ കമ്പനി എന്ത് ചെയ്യുന്നത്, 500 രൂപ വെച്ചിട്ട് 8 മാസം ഇൻസെന്റീവ് തരാം. പുറമെ 2 ദിവസം അടിച്ചു പൊളിച്ചു പോരാൻ 2 ഡേയ്സ് ഒരു ലോക്കൽ ട്രിപ്പും. ഇപ്പം അടുത്ത് നമ്മൾ പോയത് ഊട്ടിയിലായിരുന്നു. ഏകദേശം 36 ആൾ ഇവിടുന്ന് കേരളത്തിൽ പോയിരുന്നു. ഒരാൾക്ക് മറക്കാൻ പറ്റാത്ത എൻജോയ്മെന്റ് ആയിരുന്നു അത്. ഇത്രയ്ക്ക് എൻജോയ്മെന്റ് ചെയ്ത് അടിച്ചു പൊളിച്ച് 2 ദിവസം ഫുൾ 5 സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് അടക്കിയാണ് നമുക്ക് അടിച്ചു പൊളിച്ച് തിരിച്ചു പോരാം. അടുത്ത ഈവന്റ് കേരളത്തിലാണ്. അടുത്ത മാസം ഫസ്റ്റോ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലോ കേരളത്തിലാണ് പ്ലാൻ ചെയ്തത്. 100 ബ്രൗൺസിനെ വെച്ചിട്ടാണ് അടുത്ത ഈവന്റ് വെക്കുന്നത്. ഏകദേശം ഫില്ലായി വരുന്നുണ്ട്. 100ാമത്തെ ആൾക്കാർ 100 ബ്രൗൺസ് ആകുമ്പോൾ നമ്മൾ അടുത്ത ഈവന്റ് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യും. അടുത്ത ഈവന്റ് കേരളത്തിലാണ്. അത് അടിപൊളി സ്ഥലത്തായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എൻജോയ്മെന്റ് ആയിരിക്കും. നമ്മൾ അടുത്ത് തന്നെ വെക്കുന്നുണ്ട്. അപ്പൊ ഊട്ടി പോയാൽ നിങ്ങളെ അപ്ലൈനോടൊക്കെ ചോദിച്ചാൽ പറയാം. അത് അടിപൊളി ഈവന്റ് പരിപാടിയായിട്ടാണ് കമ്പനി പോകുന്നത്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ ഈവന്റിലേക്ക് എത്തിക്കുക. അപ്പൊ നമ്മൾ ബ്രൗൺസ് ആയി. അടുത്ത ബ്രൗൺസ് ആൻഡ് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, 5 സ്റ്റാർ ബ്രൗൺസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, 10,000 പാക്കേജ് എടുത്താൽ എന്താവും, ഡയറക്റ്റ് ബ്രൗൺസ് ആവും. 10,000 പാക്കേജ് എടുത്താൽ നമ്മൾ ഡയറക്റ്റ് ബ്രൗൺസ് ആവും. ബ്രൗൺസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക്
500 വെച്ച് 8 മാസം കിട്ടും. പുറമെ 2 ദിവസം ട്രിപ്പും ഉണ്ടാവും. അടുത്താണ് സിൽവർ ഡയറക്ടർ. നമ്മൾ ബ്രോൺസ് ആയി, നമ്മൾ 20 ആളെ കൊണ്ടുവന്നു, നമ്മൾ ബ്രോൺസ് ആയി. അതിൽ നിന്ന് 10 ആളെ ബ്രോൺസ് ആക്കിയാൽ 20 ആളെ തന്നെ ബ്രോൺസ് ആക്കണമെന്നില്ല. ആ ടീമിൽ നിന്ന് 10 ആളെ ബ്രോൺസ് ആക്കി 20 ലെഗ് ഉണ്ടാവും നമുക്ക്. ഈ 20 ലെഗിന്ന് ഒരു ലെഗിന്ന് ഓരോരുത്തർ ഏതെങ്കിലും അടിയുന്നോ മൂന്നോ ഒരാൾ ബ്രോൺസ് ആയി. അങ്ങനെ 20 ലെഗിന്ന് 10 ലെഗിന്ന് 10 ആള് ബ്രോൺസ് ആയാൽ നമ്മൾ ടീം നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോകുന്ന 20 ആൾ തന്നെ. പിന്നെ അതിൽ നിന്ന് 10 ആള് വേണ്ട. ആ ലെഗിന്ന് താഴത്തുനിന്നോ അല്ലെങ്കിൽ അടിയുന്നോ നടുക്കുന്ന ആരെങ്കിലും ഒരു ലെഗിന്ന് ഒരാളെ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ വ്യത്യസ്ത ലെഗിന്ന് 10 ആള് ബ്രോൺസ് ആയി. 10 ആളെ നമുക്ക് പിന്നെ ബ്രോൺസ് ആക്കിയാൽ നമ്മൾ സിൽവർ ആവും. സിൽവർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ നമുക്ക് 1000 വെച്ച് 10 മാസം ഇൻസെന്റീവ് കിട്ടും. 1000 വെച്ചിട്ട് 10 മാസം ഇൻസെന്റീവ് കിട്ടും. പുറമെ അടുത്ത ട്രിപ്പ് ഗോവയ്ക്കാണ്. അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റില് നമുക്ക് ഗോവയിൽ അടിച്ചു പൊളിച്ച് ഗോവ ഇവന്റിലേക്കുള്ള ട്രെയിനിങ് കിട്ടും. അടുത്ത് നമ്മൾ ടീമിൽ നിന്ന് 10 ആൾക്കാർ ഗോവ കൊണ്ടുപോകുക. അതേ അടുത്ത ടാർഗറ്റ് ഉള്ളൂ. 10 ആൾക്കാർ ഗോവയ്ക്ക് അച്ചീവ് ചെയ്യിക്കാം. ഗോവ ചെയ്യേണ്ട ക്രൈറ്റീരിയ നമ്മൾ കിട്ടി. 10 ആൾ ഗോവയ്ക്ക് അച്ചീവ് ചെയ്താൽ നമുക്ക് എന്താവും? നമുക്ക് തായ്ലാന്റ് കിട്ടും. തായ്ലാന്റ് കിട്ടും. പുറമെ 2500 റുപ്യ 12 മാസം ഇൻസെന്റീവ് കിട്ടും. അടുത്ത 10 ആൾക്കാർ തായ്ലാന്റ് കൊണ്ടുപോയാലോ നമുക്ക് ബൈക്ക് കിട്ടും. ഇത്രേ ഉള്ളൂ. 10 ആൾക്കാർ നമ്മുടെ ടീമിൽ തായ്ലാന്റ് കൊണ്ടുപോകാം, നമുക്ക് ബൈക്ക് കിട്ടും. അടുത്ത 10 ആൾക്ക് ബൈക്ക് വാങ്ങിച്ചു കൊടുത്താൽ നമുക്ക് കാറ് കിട്ടും. 10 ആളെ നമ്മുടെ ടീമിൽ നിന്ന് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കാറ് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കാറ് അച്ചീവ് ആയി. അടുത്ത ആൾക്ക് 5 ആൾക്ക് കാർ വാങ്ങി കൊടുത്താൽ നമ്മുടെ ടീമിൽ നിന്ന് 5 ആൾ കാർ വാങ്ങാനുള്ള അച്ചീവ്മെന്റ് നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ സ്വപ്നായ വീട് കിട്ടും. ഇന്നോട്ടോ ഇത് നമുക്ക് നിലവിൽ നമ്മളെ സാഹചര്യം വെച്ചിട്ട് ഒരാളെ എന്ത് ചെയ്യും? ഒരു ലോക്കൽ ടൂർ വരെ നമുക്ക് ഡൊമസ്റ്റിക് ടൂർ വരെ കൊണ്ടുപോകാൻ പറ്റൂല. അല്ലല്ലോ. നമുക്ക് കാർ വാങ്ങി കൊടുത്തോ മലേഷ്യ കൊണ്ടുപോകാൻ പറ്റുമോ? അല്ലെങ്കിൽ പിന്നെ ഗോവ കൊണ്ടുപോകാൻ പറ്റും? നിലവിൽ നമ്മൾ ഇന്നത്തെ സാഹചര്യം കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിലൂടെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവരെ കൊണ്ടുപോകാം. ഞാൻ പറയാം, നീ വാ എന്റെ ഒപ്പം വാ, എന്നെ ഞാൻ ടൂർ കൊണ്ടുപോകാം, എന്റെ പൈസ ഉണ്ടാക്കി തരാം, നീ എന്റെ ഒപ്പം നിൽക്ക് എന്ന് പറഞ്ഞ അവർ കൂട്ടി കൊണ്ടുവരാൻ പറ്റും. എനിക്ക് വീട് വേണോ? ഞാൻ റെഡിയാക്കി, ഞാൻ പറഞ്ഞ മാതിരി ചെയ്യും. ഇതേ പറയേണ്ടേ ഉള്ളൂ. അവർക്ക് വീട് വാങ്ങി കൊടുക്കാം, അവർക്ക് കാർ വാങ്ങി കൊടുക്കാം, ബൈക്ക് വാങ്ങി കൊടുക്കാം, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് ടൂർ കൊണ്ടുപോകാം. ഇത് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് ടീമിനെ ഒരു 20ഓ 30ഓ അല്ലെങ്കിൽ 10ഓ 20ഓ 30 എത്രയാണോ നിങ്ങൾക്ക് പറ്റുന്ന കപ്പാസിറ്റി, അത് അവരെ വെറുതെ ജോയിൻ ചെയ്യിപ്പിച്ച് പോലല്ല. അവരെന്ത് ചെയ്യണം? അവരെ പഠിപ്പിക്കണം. നിങ്ങൾ എത്രയാണോ നിങ്ങൾ പിന്നെ കപ്പാസിറ്റി നോക്കിയിട്ട് അത്ര ആൾക്കാരെ നിങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ട് അവരെ പഠിപ്പിക്കാം. ചില ആൾക്കാരുണ്ടാവും, ഇപ്പൊ 500 റുപ്യ അല്ലേ, ഇത് അത്ര തള്ളിക്കളഞ്ഞ. അതോടൊപ്പം തന്നെ കമ്മിറ്റ്മെന്റ് പേരിൽ ജോയിൻ ചെയ്യുക. ഏവൻ പറഞ്ഞല്ലേ ഇനിയിപ്പോ അങ്ങനത്തെ ആൾക്കാർ വേണ്ട. അവരൊക്കെ നമ്മൾ വിട്ടേക്കും. ആവശ്യക്കാരായ 20 ആൾക്കാരെ നിങ്ങൾ സെലക്ട് ചെയ്യാം. ആ 20 ആൾക്കാരെ നിങ്ങൾ പഠിപ്പിക്കുക. അവർ ഇനിയിപ്പോ 30 ആൾക്കാർ കപ്പാസിറ്റി 30 ആൾക്കാരെ, 40 ആളുകൾ കപ്പാസിറ്റി 40 ആൾക്കാരെ ജോയിൻ ചെയ്യിക്കുന്ന അൺലിമിറ്റഡ് ജോയിൻ ചെയ്യിച്ചു പോട്ടെ. പക്ഷെ എന്ത് ചെയ്യണം? പഠിപ്പിക്കാൻ പറ്റുന്ന 20ഓ 30ഓ 40 ആൾക്കാരെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അവർ വെച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കുക. അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്താണ് പിൻസോപ്പ്. അവരെന്ത് ചെയ്യണം? നിങ്ങൾ എന്താണോ ചിന്തിച്ചത് അത് അവർക്ക് തലച്ചോറിൽ കയറ്റി കൊടുക്കുക. നിങ്ങൾ എന്താണോ ചെയ്യാൻ വിചാരിച്ചത് അവരോട് ചെയ്യിപ്പിക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതൊന്നും നമ്മൾ കൊല്ലങ്ങളോ പിന്നെ ഒന്നും എടുക്കണ്ട. ഒരു 6 മാസം നമ്മൾ ഇതിനൊപ്പം നിന്ന് നമുക്ക് വീട് സ്വന്തമാക്കാൻ പറ്റും. നമ്മൾ സ്വപ്നത്ത് കാണാൻ പറ്റും. ഒരു 50 ലക്ഷം രൂപ വീട് 6 മാസം കൊണ്ട് എന്ത് പണിയെടുത്താൽ കിട്ടും? ഇവിടെ നമുക്ക് നേടാൻ പറ്റും. ഇത്ര സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാം. അടുത്ത ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്നുമില്ല. നമുക്ക് ഒരാൾക്ക് ഒരു ഐഡിയ ഉള്ളൂ. പിന്നെ നമ്മൾ ക്യാപിറ്റലിറ്റി 4%, നമ്മൾ എത്രയാണ് ജോയിൻ ചെയ്യുന്നത് 4% സീലിംഗ്. അത് കഴിഞ്ഞാൽ റീടോപ്പ് അപ്പ് ചെയ്യണം. അതോടൊപ്പം KYC നിർബന്ധമായിട്ട് KYC ചെയ്യണം. വിഡ്രോൾ ചെയ്യണമെങ്കിൽ മിനിമം വിഡ്രോൾ 500 രൂപയാണ്. നമുക്ക് 500 രൂപ എപ്പോൾ വിഡ്രോ ചെയ്യാം. ഒരു 24 hours കമ്പനി പറയുമെങ്കിലും ഒരു 1 hourന്റെ ഉള്ളിൽ തന്നെ കമ്പനി എന്ത് ചെയ്യും? അക്കൗണ്ടിൽ പൈസ കയറുന്നുണ്ട്. TDS 2%, അഡ്മിൻ ചാർജ് 5% നമുക്ക് കട്ടാകുക. നമുക്ക് ഈ ഫണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റീചാർജ് ചെയ്യാം. പിന്നെ ആര് ടോപ്പ് ജോയിൻ ചെയ്യിപ്പിക്കാം. ബാങ്കിലേക്ക് കിട്ടും. മിനിമം 500 രൂപ നമ്മൾ വളരെ എന്ത് ചെയ്യാൻ പറ്റും. ഇതാണ് ഫിൻസോപ്പെ. വ്യക്തമായിട്ട് പറഞ്ഞ ചെറിയ തോതിൽ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. ഫിൻസോപ്പയിൽ ഞാൻ പറഞ്ഞ അപ്ഡേഷൻ വരുന്നത് ഒരുപാട് അപ്ഡേഷനാണ് വരുന്നത്. ഇപ്പം ആമസോൺ ഇപ്പൊ നമ്മൾ സർവർ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് ലാഗ് ഉണ്ടാവും. നമ്മൾ ഉടൻ തന്നെ ആമസോൺ സർവറിലേക്ക് മാറാൻ പോവാണ്. ആമസോൺ സർവറിലേക്ക് മാറുമ്പോൾ നമ്മളെ ഫ്രെയിമിനെ മാറും. കമ്പനീന്റെ ആപ്പിനെ മാറാൻ പോവാൻ, അടിമുടി മാറാൻ പോവാം.
ഇപ്പൊ നമുക്ക് ഓൾറെഡി റീചാർജ് ചെയ്യുമ്പോൾ ഇപ്പൊ കറണ്ട് ബില്ല് അടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കറണ്ട് ബില്ല് നമ്പർ അടിച്ച് എമൗണ്ട് അടിക്കണം. അടുത്ത് മാറാൻ പോവാ, നമ്മൾ എന്ത് ചെയ്യുക, കറണ്ട് ബില്ല് അടിക്കുമ്പോൾ തന്നെ നമ്മൾ പ്ലാനഡ് വരും, എത്രയാണ് കറണ്ട് ബില്ല് അടക്കേണ്ടത്, ആരെ പേരാന്നൊക്കെ വരാൻ പോവാ. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക് ആയിട്ട് വരാൻ പോവാ. പിന്നെ ആപ്പ് തന്നെ മാറാൻ പോവാം. ഒരു 60 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇതിന്റെ മാറ്റം കാണാൻ പറ്റും. അത് 60 ദിവസം മാക്സിമം പറയുന്നത്. അതിന്റെ ഇടയിൽ ചിലപ്പം 3 ദിവസം കൊണ്ട് ഒരു അടുത്ത അപ്ഡേഷൻ വരും, അടുത്ത 15 ദിവസം അടുത്ത അപ്ഡേഷൻ വരും, അടുത്ത 20 ദിവസം കൊണ്ട് അടുത്ത അപ്ഡേഷൻ വരും. ഓരോ അപ്ഡേഷൻ അങ്ങനെ വന്നോളൂ. എല്ലാം കമ്പനി ക്ലിയർ ആയി. ഞാൻ പറഞ്ഞ മലബാർ ഗോൾഡ്, അതോടൊപ്പം തന്നെ ജോയി ആലുക്കാസ്, അതോടൊപ്പം ഇവരൊക്കെ കമ്പനി ബാറ്റ ടീമായിട്ട് ഒക്കെ അഗ്രിമെന്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അഗ്രിമെന്റ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇതൊക്കെ ഇനി ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇത്. അതോടൊപ്പം തന്നെ ഐഫോണിലേക്ക് നമുക്ക് ആയിട്ടില്ല. ഈ 60 ദിവസത്തെ അപ്ഡേഷൻ കഴിഞ്ഞ് കമ്പനി എല്ലാ അപ്ഡേഷനും കഴിഞ്ഞ ഐഫോണിലും നമുക്ക് നമ്മളെ ആപ്പ് വരും. ഇതുവരെ ഐഫോണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പിൻ ചെയ്യാൻ പറ്റൂല എന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഐഫോണിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഐഫോണിൽ അത് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഐഫോണിൽ നമ്മൾ എന്ത് ചെയ്യും, ജോയിൻ ചെയ്യാം, പിന്നെ റെഫർ ചെയ്യാം, പിന്നെ റീചാർജ് ചെയ്യാം. ഓൺലി സ്പിന്ന് മാത്രമേ പറ്റുള്ളൂ, ആപ്പ് മാത്രം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. വെബ്സൈറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ അതോടൊപ്പം തന്നെ കമ്പനിയുടെ അടുത്തൊരു ഇതാണ് കമ്പനിയുടെ ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കമ്പനി ഒരു ഫിൻസോ റിസോർട്ട് തമിഴ്നാട്ടിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാ അഗ്രിമെന്റും കഴിഞ്ഞ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഫിൻസോ റിസോർട്ട് ആണ് കമ്പനിന്റെ ഇതൊരു ഫിൻസോയുടെ പേരിലാണ് റിസോർട്ട് ഉള്ളത്. ഒരു ഏക്കർ സ്ഥലത്ത് കമ്പനിന്റെ ഫോട്ടോ കഴിഞ്ഞ നമ്മളെ ഇന്നലെ സുബാൻ സാർ കാണിച്ചു, അതിന്റെ എല്ലാ കാര്യങ്ങളും വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഉദ്ഘാടനത്തിന് 5 ദിവസത്തെ പ്രോഗ്രാം ഫാമിലിയാണ് അവിടെ വരിക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെല്ലാ ഇവന്റും ഞാൻ അവിടെ ആയിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ആർക്കും റെഫർ ചെയ്ത് കൊടുക്കാം. നമ്മളെ ഓൺ പ്രോപ്പർട്ടിയാണ്. ഓൺ പ്രോപ്പർട്ടി കമ്പനി ബാക്കപ്പിന് കമ്പനിക്ക് വേണം ആസ്തികൾ, അതിന് വേണ്ടി കമ്പനി ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. ആ തമിഴ്നാട് പ്രൊജക്ട് കഴിഞ്ഞ അടുത്ത പ്രൊജക്ട് കേരളത്തിലാണ്. 1 ഏക്കർ സ്ഥലത്ത് കേരളത്തിലും ഫിൻസോ റിസോർട്ട് വരാൻ പോവാണ്. അങ്ങനെ ഓരോ സ്റ്റേറ്റിലും ഫിൻസോ റിസോർട്ട് വരാൻ പോകും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ, ഈ അടുത്ത ഇവന്റ് ഇപ്പൊ 50 ആള് വെച്ചിട്ടാണ് നമ്മൾ ഒരു പ്രോഗ്രാം കോഴിക്കോട് നടത്തിയത്. ഇത്ര ഈസി ആയിട്ടാണ്, ചുരുങ്ങിയ 2 മാസം കൊണ്ടാണ് 50 ലീഡേഴ്സ്. ഈ 2 മാസം കൊണ്ട് ഏകദേശം 1000-ഓളം എൻട്രി വന്നു കേരളത്തിൽ നിന്ന്. 2 മാസം കൊണ്ട്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനീന്റെ ബ്യൂട്ടിയാണ്, ഈ പ്ലാന്റെ ബ്യൂട്ടിയാണ്. ഒരാള് ലൂസേഴ്സ് ഇല്ല. ഒരാള് ലൂസേഴ്സ് ഇല്ലാത്തൊരു പ്രൊജക്റ്റാണ്. ഒരാൾക്കൊരു പൈസയും പോകില്ല. നമ്മൾ എഫേർട്ട് എടുത്താൽ നമുക്ക് ഒരുപാട് നേടാനുണ്ട്. അപ്പൊ അങ്ങനെ എഫേർട്ട് എടുത്ത് നേടി നമ്മൾ 50 ഇവന്റാണ്, 50 ആളാണ് ഇപ്പം പിന്നെ പ്രോഗ്രാം നടത്തിയത്. ഈ 50 ആളും ഓരോരുത്തർ 20 ആളെ വെച്ചിട്ട് അടുത്ത 1000ന്റെ പ്രോഗ്രാം അടുത്ത മാസം ഫസ്റ്റിൽ നമ്മൾ കോഴിക്കോട് വെക്കും. 1000 ആളെ ഒരു പ്രോഗ്രാം. ഒന്നുമില്ല, ഇതൊന്നും 1000 ഒന്നല്ല, അതിലേക്ക് പോകും. അപ്പൊ അടുത്ത കേരളത്തിൽ പ്രോഗ്രാം 1000 ആളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ബ്രോൺസ് ആയ ആൾക്കാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അടുത്ത സ്ഥലത്തേക്ക് ടൂർ പോവുകയും ചെയ്യും. അപ്പം ഇപ്പം ഊട്ടി പോയി ബ്രോൺസ് ആയാലും അടുത്ത ഗോവ പോകാൻ നിൽക്കുക. അപ്പം ബ്രോൺസ് അടുത്ത സിൽവർ, ഓരോരുത്തർ സിൽവറിലേക്ക് എത്തിയോണ്ട് ഒക്കത്തെത്തി. നാളെയും മറ്റന്നാളും സിൽവറും ബ്രോൺസിന്റെയും ഒരു ഫോട്ടോത്തിന്റെ കളിയായിരിക്കും. എന്തുകൊണ്ട് നമുക്ക് എത്ര ആള് ബ്രോൺസ് ആയി, നാളെ ഇപ്പൊ ബ്രോൺസ് ആയ എത്ര ആൾ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ബ്രോൺസ് ആവുക, നമ്മൾ സിൽവർ ആവുക, അച്ചീവ്മെന്റ് നേടുക. എന്റെ ഫോട്ടോ പെട്ടെന്ന് വരാൻ നോക്കുക. അപ്പൊ എന്ത് ചെയ്യുക, 20 ആളെ റെഫർ ചെയ്യുക, 20 ആളെ കൂട്ടിപ്പിടിക്കുക. ഇത്രേ ചെയ്യേണ്ടിയുള്ളൂ. വ്യക്തമായിട്ട് പിന്നെ ആയിട്ടില്ലെങ്കിലും മാക്സിമം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.